അതെ നമ്മളിവിടെ വാ വിളിച്ചു നിന്നിട്ട് എന്തായാലും ഇപ്പൊ നേരെ വിട്ട ഖജറാവിലെത്താം. വീടാളിയാ ഖജരാവിലേക്ക്. അയ്യ എന്താ ആക്രാന്തം. അപ്പൊ പോണ്ടേ? അതെ, നമുക്ക് ഇൻഡോർ വഴി ഖജറാവ് പോവാം. അങ്ങനെയാണെങ്കിൽ ആ പച്ചനെ കണ്ടിട്ട് പതുക്കെ അങ്ങോട്ട്. അതെ, അവൻ അച്ഛനെ കാണട്ടെ. നമുക്കങ്ങ് വിട്ടുപോവാം. അതെന്താ അച്ഛനെ കണ്ടിട്ട് ഖജരാവ് പോയാ? അല്ലെങ്കിൽ അവരിനെ എടുക്കാൻ പോയ കുഴപ്പമുണ്ടോ? പിന്നെ അച്ഛനെ കാണാനാണല്ലോ ഇവിടം വരെ വന്നത്. അതെന്തിനാ ഇത്ര കലിപ്പാണ്? പെൺകുട്ടികളെ ചോദ്യം ചെയ്യല്ലേ, കണ്ടിട്ട് പോടാ. വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിക്കാം. ആ ബൈക്ക് ഇങ്ങോട്ട് കയറി അതെ, ജസ്റ്റ് മിസ്സാണ്. ഞാനേ അച്ഛനൊന്ന് വിളിച്ചു നോക്കട്ടെ, ഫോൺ വഴി കണ്ടിട്ട് പോവാലോ. കാണട്ടെ. ഗൗതം, എനിക്ക് പൊളിഞ്ഞ് കയറണ്ട കേട്ടോ. ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോ തൊട്ട് തുടങ്ങിയതാണ് നിനക്ക് നിന്റെ അച്ഛനെ കാണണമെന്നുള്ള പരിപാടി. എന്റെ പൊന്നു ഗൗതം, നിന്നെയോ നിന്റെ അമ്മേനെയോ ഇന്ന് വരെ തിരിഞ്ഞു നോക്കാത്ത ഈ അച്ഛനെ നിനക്ക് എന്താ കാണാൻ തോന്നണേ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചത്തോന്നെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? അതെ, നിനക്ക് ഇതിനെപ്പറ്റി പറഞ്ഞ ഒട്ടും മനസ്സിലാവില്ല, അത്രേ ഉള്ളൂ. അത് ശരി. അതെ, ഇപ്പൊ ഇവിടെ അടുത്തെങ്ങാനാണ് നീ പോയി കണ്ടിട്ട് പോവാ. അവൻ സംസാരിച്ചു നോക്കട്ടെ. അവനെ ഒറ്റയ്ക്ക് വിടണോ? നമുക്ക് പോയാലോ? ഇവിടുന്ന് 2-3 കിലോമീറ്റർ ഉള്ളൂ. ലൊക്കേഷൻ ഇപ്പൊ അയച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. പോയിട്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് വന്നാലോ? പോയിട്ട് വരാം. അതൊക്കെ റെഡിയാക്കാം. ആണോ? പോയിട്ട് വരാല്ലേ? ഇതിലേതാണ് സ്വന്തം മോനെന്ന് കണ്ടുപിടിക്കാൻ ഇയാള് കുറച്ച് പാടുപെടും. പിന്നെ ഇത് ജോബ്. ഹലോ, ഇത് ഇഷാൻ. ഹലോ സൂര്യ. ഹലോ. ഹായ്, നമസ്കാരം. എല്ലാരും കയറി വാ. കഴിക്ക്. സ്പെഷ്യലാ, നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. കഴിക്ക്. തൊടാം. खाओ ना. बस ओके. दाल मखनी अभी लाएगा. ഓക്കെ അടി. അയ്യോ, എൻ്റെ താടിയിലെല്ലാം ഉണ്ടോ നോക്കി. നിങ്ങൾക്ക് ഇന്നോടെ നിൽക്കാമായിരുന്നു. സിഗരറ്റ് വലിച്ചല്ല മാറി. അടുത്തോട്ടാട്ടച്ച. അച്ഛൻ എന്തായാലും നാട്ടിലേക്ക് വാ, ഇവരെയും കൂട്ടി. തീർച്ചയായിട്ടും വരും. ഇപ്പോഴാ ഒരു ധൈര്യം വന്നത്. പോട്ടെ. അപ്പൊ ഓക്കെങ്ങള് ബൈക്ക് ഉണ്ടായിരുന്നു. അതേ ഇരിക്കണം. ഗൗതം, നീ എടുത്തോ. ശരി ഞങ്ങളെ. ബൈ. ബൈ.